സ്പന്ദനം കുർത്തീസ് ബിഹൈൻഡ് ദ സ്റ്റോറി. അതൊരിക്കലും ഞാൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് വന്നൊരു മെസ്സേജാണ്, ചേച്ചി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി, സൂപ്പർ പ്രൊഡക്റ്റായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ ചേച്ചിയുടെ ഫോട്ടോയിൽ അത് അത്രയ്ക്ക് ക്ലാരിറ്റി വരുന്നില്ല. അപ്പോൾ ചേച്ചി ഫോട്ടോ എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അന്നേരമാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ ബിഹൈൻഡ് ദ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ പ്രൊഫഷൻ്റെ കൂടെ തന്നെ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാനൊരു സംശയം കൂടാതെ തന്നെ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഫീമെയിൽസ് ക്ലോത്തിങ് ഐറ്റംസ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്, ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നൊരു നേഴ്സാണ്. അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു, നീ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു? എനിക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. നമ്മുടെ ഒരു ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ബിസിനസ് അമ്മ ഏൽപ്പിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ കൂടി അറിയില്ലായിരുന്നു. 3 വർഷം മുമ്പ് ഓൺലൈൻ സെയിൽസ് മാത്രമായിരുന്നു. അപ്പോൾ അറിയാമല്ലോ ഫോട്ടോസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ വലിയ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് സമയത്ത് കിട്ടാതിരിക്കുക, ഡാമേജ് വരിക, ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2 ൽ